അങ്ങനെ നമ്മുടെ ഹൗസ് വാമിങ്ങിൻ്റെ വീഡിയോ കഴിഞ്ഞതിന് ശേഷം ഒരുപാട് പേര് ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഉടനെ ചെയ്യുന്നതായിരിക്കും. തൽക്കാലം ഈ ഒരു ഈവനിങ് വ്ളോഗ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇതേ മുറ്റമൊക്കെ ഒന്ന് അടിച്ച് വരണമായിരുന്നു. കുറേ ദിവസത്തെ മഴയ്ക്കൊക്കെ ശേഷം മുറ്റം ഒന്ന് തെളിഞ്ഞ സമയമായിരുന്നു. പിന്നെ ഒന്നും നോക്കില്ല, നേരെ മുറ്റടിക്കാൻ ചൂലും എടുത്തിട്ട് ചെന്നപ്പോൾ എന്നേക്കാളും മുന്നേ ഒരുത്തി അവിടെ നല്ല വെള്ളത്തിക്കളി. കൂടുതൽ സമയം ഞാൻ അവിടെ സേവനമരം നടത്തിക്കൊണ്ടിരുന്നാൽ അവൾ ആ വെള്ളത്തിൽ കിടന്ന് മേയും. അതുകൊണ്ട് പരിപാടി അവിടെ കൊണ്ട് അവസാനിപ്പിച്ച് ആളെ പൊക്കിക്കൊണ്ട് നേരെ പോയത് മീൻ വെട്ടാനായി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പിന്നെ മീനെ പിടുത്തമായി. പിന്നെ ഒരു കണക്കിനാണ് ഞാൻ മീനൊക്കെ വെട്ടിത്തേച്ച് റെഡിയാക്കിയത്. പിന്നെ ഈ സമയത്ത് ചേട്ടായി കളിക്കാൻ പോകുന്നതുകൊണ്ട് അവനെ മരുന്നിന് പോലും ഒരു ഹെൽപ്പിന് കിട്ടത്തില്ല. അപ്പോൾ മീനൊക്കെ റെഡിയാക്കി വെച്ചതിന് ശേഷം ഞങ്ങളിത് പെരയൊക്കെ ഒന്ന് തൂക്കുവാണ് കേട്ടോ. പിന്നെ അവൻ വലിയ ശല്യമൊന്നും ഇല്ല കേട്ടോ. ഞാൻ ഇതുപോലുള്ള പണികളൊക്കെ എടുക്കുന്ന സമയത്ത് എവിടെയെങ്കിലുമൊക്കെ നടന്നോളും. പിന്നെ ചില സമയത്ത് ഇളക്കം കയറിയാൽ പിന്നെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ അതേ ഞങ്ങൾ പെരയൊക്കെ അടിച്ച് വാരി അങ്ങനെ ഞങ്ങൾ സന്ധ്യാനാമം ചൊല്ലാനായിട്ട് ഇരിക്കുകയാണ് കേട്ടോ. എന്നെ കൊണ്ട് ചൊല്ലിക്കത്തേ ഇല്ല. എൻ്റെ സന്ധ്യാനാമൊക്കെ പറിച്ച് ഒരു പരുവത്തിന് വെച്ചിരിക്കുക കുരിപ്പ്. പിന്നെ അതുപോലെ തന്നെ ചന്ദനത്തിരി കുത്തിക്കെടുത്തുക, വിളക്കിലെ തിരികെടുത്തിക്കളയുക, അങ്ങനെയുള്ള കുൽസിത പ്രവൃത്തികളൊക്കെയാണ് കൊച്ചിൻ്റെ കയ്യിലിരിക്കുന്നത്, വേറെ കാര്യം. അപ്പോൾ രംഗത്ത് നിന്നും അടുക്കളയിലേക്ക് വീണ്ടും ഞങ്ങൾ കയറി. അപ്പോൾ അതേ ഞങ്ങളുടെ ചോറും കറിയൊക്കെ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കണം. അതുകൊണ്ട്